നമ്മുടെ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് കഴിഞ്ഞൊരു ജനറേഷനെക്കാളും ഒരു ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് പ്രോബ്ലംസിൽ കൂടിയാണ് കടന്നു പോകുന്നത്. 20 വർഷം മുമ്പൊക്കെ ജീവിച്ച ആളുകൾക്ക് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. കുട്ടികളൊക്കെ ഇപ്പോൾ വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടും ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്ന ഒരു ടൈമാണ്. അവർക്ക് എന്താണ് ലോകമെന്ന്, എന്താണ് സ്വഭാവമെന്ന്, ജീവിത ശൈലി, ഇതെല്ലാം കാഴ്ചപ്പാട്, ഇതെല്ലാം രൂപപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഏത് കാർട്ടൂൺ എടുത്താലും ഗ്രാഫിക് വയലൻസ് അങ്ങേ അറ്റത്തെ ബ്ലഡ് ഷെഡ് ആൻഡ് വയലൻസ് ആണ് പ്രൊജക്റ്റ് ചെയ്യുക. 3 പദങ്ങളാണ് ഒരു വ്യക്തിയുടെ ബിഹേവിയർ രൂപപ്പെടുന്നത്. ഒന്ന് അറ്റൻഷൻ, റിറ്റൻഷൻ, റീപ്രൊഡക്ഷൻ. അപ്പോൾ ആസ് എ യങ്സ്റ്റർ നമുക്ക് എന്തൊക്കെ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്സാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? ഇപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ, പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പലർക്കും അറിയാം ഇത് അവരെയും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാം ടൈമൊക്കെ ആകുമ്പോൾ കുട്ടികൾ ഫോൺ മാറ്റി വയ്ക്കാൻ നോക്കും, എന്നിട്ട് പഠിക്കാനിരിക്കും. പക്ഷെ പെട്ടെന്ന് അവരുടെ അറ്റൻഷൻ സ്പാൻ കുറവായതുകൊണ്ട് തിരിച്ച് ഈ ഫോണിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പം കുട്ടികൾക്കും അറിയാം ഇതൊരു പ്രോബ്ലമാണ്, പക്ഷേ എന്തൊക്കെയാണ് റൈറ്റ് സ്റ്റെപ്സ് എന്നുള്ളത് പലർക്കും അറിയത്തില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഇതിൽ നിന്നും പുറത്തു വരാനായിട്ട്? നമ്മൾ അതിനെ ഇപ്പം ചില ആളുകൾ ഡിജിറ്റൽ ഇൻടോക്സിക്കേഷൻ എന്ന് വിളിക്കും. കാരണം ടോക്സിക് ആയിട്ട് ഇത് ഓൾറെഡി കയറി കഴിഞ്ഞു, അതിനെ ഇൻടോക്സിഫൈ ചെയ്യുക. ചിലർ ഡിജിറ്റൽ വെൽബീയിങ്ങിലേക്കുള്ള ഒരു ഗൈഡൻസ് എന്നൊക്കെ പറയുന്ന ഒരു മേഖലയാണത്. അതിൽ ഇപ്പം നമ്മൾ ഈ കംപ്ലീറ്റ് മൊബൈൽ ഫോൺ ഒഴിവാക്കുക എന്ന് പറയുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പറ്റില്ല. അതിനിപ്പോൾ പഠിക്കാൻ ഉൾപ്പെടെയുള്ള, ഇല്ലെങ്കിൽ ഒത്തിരി ഗൈഡൻസും ഒത്തിരി കരിയർ റിലേറ്റഡ് കാര്യങ്ങളും സോഷ്യൽ റിലേറ്റഡ് കാര്യങ്ങളും അക്കാഡമിക് റിലേറ്റഡ് കാര്യങ്ങളും സ്പിരിച്വൽ റിലേറ്റഡ്, ചർച്ചിലെ അനൗൺസ്മെൻറ്റ് വരെ ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ് കളയാൻ പറ്റില്ല. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ഞാൻ പറയും. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും നിങ്ങൾക്കൊരു അഡിക്ഷൻ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ അഡിക്ഷനെ നിങ്ങൾ അംഗീകരിക്കുക. ചില ആളുകൾക്ക് അത് അംഗീകരിക്കുക, അതായത് എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് തോന്നിയാലല്ലേ ചേഞ്ച് വേണമെന്നുള്ള മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. മനസ്സിലാക്കണം അതാ. വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു പേനയും പേപ്പറുമായിട്ട് ഇരുന്നിട്ട് എനിക്ക് ഡിജിറ്റൽ ലോകത്തുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇതെന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, 1, 2, 3, 4 ഇതൊന്ന് എഴുതുന്നത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം ഇപ്പം ഞാൻ അല്ലെങ്കിൽ ഒത്തിരി ഫ്രണ്ട്ഷിപ്പും ആളുകളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ അഡിക്ഷൻ വന്നേ പിന്നെ എനിക്ക് സോഷ്യലൈസേഷൻ കട്ട് ഓഫായി. ഒരു 2 എൻ്റെ ഉറക്കത്തെ കടമാനം ബാധിക്കുന്നു. എനിക്ക് സത്യത്തിൽ ഒരു ദിവസം 3 മണിക്കൂറും 4 മണിക്കൂറൊക്കെ ഉറക്കം കിട്ടുന്നുള്ളൂ. കാരണം രാത്രി 2 മണിക്കും 3 മണിക്കാണ് ഉറങ്ങുന്നത്. രാവിലെ 7 മണിക്കും 4 മണിക്കും 5 മണിക്കൊക്കെ എഴുന്നേറ്റാലേ പോകാനും ഒക്കത്തുള്ളൂ. അപ്പോൾ ഉറക്കത്തെ അതുകൊണ്ട് എൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്നുവെന്നും. അപ്പോൾ ഇതിങ്ങനെ ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന നമുക്ക് സ്ലീപ്പ് തരുന്ന എൻസൈം ഇല്ലാതാവുകയാണ് നമ്മുടെ ഈ സ്ക്രീനിന്റെ വെട്ടം സ്ഥിരമായിട്ട് കണ്ണിലേക്ക് അടിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. നമുക്കൊരു ഞാൻ ഇടയ്ക്കൊരു സ്റ്റഡിയിൽ കണ്ടതാ, നമ്മുടെ ഹ്യൂമൻ ബോഡിയും നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഏറ്റവും നമ്മളൊരു വൾണറബിൾ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ മിഡ് നൈറ്റ് ടു ഏർലി മോർണിംഗ് ഉള്ള ഒരു ടൈം. സോ ആ ടൈമിൽ പലപ്പോഴും പാഷ നേരത്തെ പറഞ്ഞില്ല, ലേറ്റ് നൈറ്റ് കോൺവെർസേഷൻസ്, അതൊക്കെ ഇപ്പോഴത്തെ ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ടൈമിൽ എടുക്കുന്ന പല ഡിസിഷൻസും ഒക്കെയാണ് പലപ്പോഴും എന്തായിരുന്നു ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് നമ്മൾ പലപ്പോഴും ഈ ജനറേഷനിൽ കാണുന്നത്. സോ അപ്പോൾ ഒരു സ്ലീപ്പ് സ്കെഡ്യൂളും ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ, ആ ഒരു ടൈം കീപ്പ് ചെയ്യുക, ഈ ലേറ്റ് നൈറ്റ് കോൺവെർസേഷൻസ്. അത് ഈ ലേറ്റ് നൈറ്റ് ഉറങ്ങാതിരുന്ന് ഒരു ദിവസത്തിൽ മിനിമം ഒരു 5 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെ ഒരു ദിവസത്തിൻ്റെ അകത്ത് സൈക്കിളിൽ ഉറങ്ങാത്ത ആളുകൾക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ കപ്പാസിറ്റി കംപ്ലീറ്റ് ഹാംപേർഡ് ആവും. അവരുടെ ഈ ഐഡിയ, നമ്മുടെ ഈ എബിലിറ്റി ടു റീസൺ, അത് ഭയങ്കരമായിട്ട് ഹാംപേർഡ് ആവും. അവരുടെ ജോലിയിലെ പെർഫോമൻസ് കുറയും, അവരുടെ അക്കാഡമിക് സ്കില്ല് കുറയും, മെമ്മറി പവർ കുറയും. ഇനി അവരുടെ ശരീരത്തിൽ വേണ്ടിയ ബാലൻസ് കിട്ടാത്തതുകൊണ്ട് തലകറക്കമൊക്കെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങും. പിന്നെ അവർക്ക് ഈ ഭക്ഷണത്തിൻ്റെ ഹാബിറ്റ് ഒന്നും ശരിയാകാതെ വരും. കാരണം ഉറക്കം ശരിയാകാതെ വരും, ബോഡിക്ക് അതെല്ലാം ഇംബാലൻസ്ഡ് ആവും. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡേഞ്ചർ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ഡേഞ്ചറാണ് ഈ കാമുകികാമുമാരും അങ്ങനെയുള്ള ആൾക്കാർ ഈ ഫോൺ ഉപയോഗിക്കുന്നത് ഈ അസമയത്ത്. അപ്പോൾ എന്ത് പറ്റുന്നെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഫോണിലൂടെ സംസാരിക്കുന്ന 2 പേർക്കും അറിയാം അവരിയ്ക്കുന്ന മുറിയിൽ വേറെ ആരുമില്ല. അപ്പോൾ രാത്രിയുടെ ഒരു നിശബ്ദതയിൽ, ഏകാന്തതയിൽ വേറെ ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അങ്ങേ അറ്റത്തേക്ക് കാട് കയറി പോകും.
അപ്പം ധാർമ്മികതയുടെ ആ അതിർവരമ്പുകളൊക്കെ അവിടെ അങ്ങ് പോകും. ഓക്കെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറ്റബോധം ഉണ്ടാവും. അതൊരു വലിയൊരു മേജർ പ്രശ്നമായിട്ട് പിന്നീട് മാറും. അത് നമ്മുടെ വെൽബീയിങ്, ഇപ്പം എല്ലാ വെൽബീയിങ്ങിനെയും, ഇപ്പോൾ സോഷ്യലാകാം, ഫാമിലി ആകാം, സ്പിരിച്വൽ ആകാം, ധാർമ്മികമാകാം, ആ വെൽബീയിങ്ങിനെല്ലാം ബാധിച്ചെന്ന് വന്നേക്കാം. അപ്പം അതും ഒരു മേജർ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. ആ രാത്രി കുറച്ച് നേരത്തേക്ക് അവർ പറയുന്നെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഒരു ഗിൽട്ടായിട്ടാണ് ആ അത് മാറി വരുന്നത്. പലരും എന്നോട് പറയാറുണ്ട്, എനിക്കറിയാം എൻ്റെ ഈ ഫോൺ ഉപയോഗം പ്രശ്നമാണ്, സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളവരോട് ഞാൻ പറയും, നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ തീരുമാനത്തെ ഉറപ്പിക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾ ശവപ്പെട്ടിയിലിട്ട് പെട്ടി അടച്ചു, പക്ഷേ ആൾ ചത്തിട്ടില്ലാത്തതുകൊണ്ട് പെട്ടി ഈസി ആയിട്ട് തുറന്നിങ്ങോട്ട് പുറത്തേക്ക് വരും. പക്ഷെ അതിൽ ആണിയടിച്ച് എന്ത് സംഭവിക്കും? തുറക്കാൻ പറ്റും. തീർന്നു. അപ്പോൾ ഒരാണി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഫോണിൻ്റെ ദുരുപയോഗം കുറച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപയോഗത്തിലേക്ക് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു എങ്കിൽ നിങ്ങൾ ഗോ ഹെഡ് ആൻഡ് പ്രൊക്ലെയിം ഇറ്റ്. ഏതൊക്കെ പിള്ളേരോട് പറയാമോ നടന്നു പറയുക, ഞാൻ അഡിക്റ്റ് ആയിരുന്നു, എനിക്കതിൽ നിന്ന് പുറത്തു വരാൻ പറ്റി, ഞാൻ എൻ്റെ ലൈഫ് ഈ കണക്കായിരുന്നു, ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നു. ഇങ്ങനെ അങ്ങ് പലരോട് അങ്ങ് ടെസ്റ്റിഫൈ ചെയ്യുക. അത് നിങ്ങളുടെ തീരുമാനത്തെ ഉറപ്പിക്കുന്ന ഒരാണിയാണ്. ഇനി രണ്ടാമത് ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ പാരൻസ് അവരാണ് ശരിക്കും ഈ കാര്യം, ഏത് കാര്യമാണെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ട ആൾക്കാർ നമ്മുടെ പാരൻസാണ്. അപ്പം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വേദി ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അത് ഞാൻ ചോദിക്കാനുള്ള കാരണം, പല വീടുകളിലും പാരൻസും മക്കളും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഇല്ല, ബോണ്ടിങ് ഇല്ല. അപ്പം ഞാൻ പറയും, ബോണ്ടിങ് ഇല്ലെങ്കിൽ നിങ്ങൾ ആ ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിൻ്റെ ദുരുപയോഗത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നും നിങ്ങളതിനെ സാമാന്യം നല്ല രീതിയിൽ മാനേജ് ചെയ്തു എന്നും ആദ്യം നിങ്ങൾ വെളിപ്പെടുത്തേണ്ട ആൾക്കാർ നിങ്ങളുടെ അമ്മയോ അപ്പനോ. അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇത് കേൾക്കുന്നത്. ഈ വെളിപ്പെടുത്തുന്നതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ, നെക്സ്റ്റ് ടൈം നമ്മൾ ഇതിൽ നിന്ന് ഇച്ചിരി പുറകോട്ട് പോകുന്നുണ്ട്, അവർ കാണും അവിടെ ഓടി വന്ന് നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. ഒരു ഹെൽപ്പിംഗ് ഫോഴ്സ് ആയിട്ട് അടുത്ത് തന്നെ ഒരു റിഫ്ലക്ഷനും അത് കാണും. പിന്നെ പറ്റുന്ന മറ്റൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണ്. ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു കോൺട്രാക്റ്റ് എഴുതി ഒപ്പിട്ട് സൈൻ ചെയ്ത് ചിലപ്പോൾ പാരൻസിന് കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു മെൻറ്ററിന് കൊടുക്കും. ആ കോൺട്രാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫോണിൽ ഞാൻ ആരെയും ഹേർട്ട് ചെയ്യില്ല, ബോഡി ഷെയ്മിങ്ങോ മറ്റുള്ള ആളുകളെ ഒറ്റപ്പെടുത്തലോ ഇൻറ്റൻഷണൽ ഹാം, അത്തരം കാര്യങ്ങളൊന്നും എൻ്റെ ഫോണിൽ ഞാൻ ചെയ്യില്ല. ഒരു ക്ലോസ് ആണ്. ഇത്ര സമയത്തിന് ശേഷം എൻ്റെ ഫോണിനകത്ത് ഞാൻ ടൈം വേസ്റ്റ് ചെയ്യില്ല. എൻ്റെ ഫോണിൽ ഞാൻ എന്നെ ടോക്സിക് ആക്കുന്ന 1 2 3 4 5, അത് പോണോഗ്രാഫി ആകാം, അത് ഗെയിം അഡിക്ഷൻ ആകാം, അത് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആകാം, അത് വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പോൾ ഈ പറയുന്ന PUBG പോലത്തെ ഗെയിം കളിക്കലാകാം, ഇല്ലെങ്കിൽ ഈ BTS പോലത്തെ പാട്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നവരുണ്ട്. അവർക്ക് ഈ ഫോണില്ലാതെ പറ്റുക, കാരണം 24 hours ഈ രണ്ട് ചെവി കൂടെയും ഇടിച്ച് കയറ്റുക മനസ്സിനകത്തേക്ക് ഒരു സ്റ്റഫ്. പക്ഷെ ഇത് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും ഈ സോങ്സിന്റെ ആ ഒരു ഹാം നമ്മൾ മനസ്സിലാക്കത്തില്ല. റീസെന്റ് ഞങ്ങളിങ്ങനെ യൂത്ത്സ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 1-2 പേര് പറഞ്ഞ് അവരുടെ ഷെയർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്, രാത്രി 2 മണി 3 മണിക്ക് ഇവരുടെയൊക്കെ കൊറിയൻ ടൈമൊക്കെ അനുസരിച്ച് അപ്പോഴും ഇവർ റിലീസ് ചെയ്യുന്നത്. സോ ആ ടൈമിൽ ഇവർ എഴുന്നേറ്റിരുന്നിട്ട് ആ പാട്ട് കേൾക്കുക. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ യേശുവിനെക്കാളുടെ കൂടുതൽ ഇവരെക്കുറിച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനത്തെ രീതിയിലേക്ക് നമ്മെ അഡിക്റ്റ് ചെയ്യുന്നതാണ് ഇതേപോലത്തെ മ്യൂസിക്കൽ ഇൻഡസ്ട്രി. അപ്പൊ ഈ മ്യൂസിക്കൽ ഇൻഡസ്ട്രിക്കും അങ്ങനത്തെ ഒരു ഹാംഫുൾ സൈഡ് ഈ ഒരു ജനറേഷനിൽ ഉണ്ടെന്ന് വർഷം ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അഡിക്ഷൻ മാത്രമല്ല, അതിനകത്ത് മറ്റൊരു ഹാമും കൂടെ ഉള്ളത്. നമ്മളിപ്പോൾ യൂട്യൂബിലോ ഇല്ലെങ്കിൽ ഇന്റർനെറ്റിലോ തപ്പി നോക്കിയോ, BTSന്റെ 13ഓളം പാട്ടുകൾ കൊറിയൻ ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസി ബാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ അവരുടെ ബാൻഡ് മ്യൂസിക്സിന്റെ ലിറിക്സ് എന്നാന്ന് അടിച്ചു നോക്കി, അത് ഉൾപ്പെടെ നെറ്റിൽ അവൈലബിളാണ്. എന്ന് വെച്ചാൽ വൾഗാരിറ്റിയുടെ അങ്ങേയറ്റം, ഒരു ധാർമ്മിക മൂല്യങ്ങളും ഇല്ലാത്ത ടൈപ്പ് വരികൾ. അതുകൊണ്ടാണ് അതിനെ ബാൻ ചെയ്തത്. പിന്നെ ബാൻ ചെയ്യാത്ത പാട്ടുകളാണെങ്കിൽ പോലും ഞാനിങ്ങനെ പറയും, നമ്മൾ ചിന്തിക്കാൻ കഴിവുള്ളവരും കാര്യങ്ങൾ അസസ് ചെയ്യാൻ പ്രാപ്തിയുള്ളവരുമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ BTS ആണെങ്കിലും കൊള്ളാം, വേറെ ഏതായിക്കോട്ടെ, അതിൻ്റെ ലിറിക്സ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. ഈ ലിറിക്സ് PPTയിൽ നമ്മുടെ ചർച്ചിൽ പ്രദർശിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് നമ്മുടെ ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റി,
യെസ്. ഇത് പാടാൻ ആവശ്യപ്പെട്ടാൽ അവരെന്തോ പറയും. അതെ. അപ്പോൾ അവർ അംഗീകരിക്കത്തില്ല. അപ്പോൾ അടുത്ത ചോദ്യം എന്തുകൊണ്ട് അംഗീകരിക്കില്ല? ഒന്നുകിൽ അത് സെൽഫ് ലവ് ആണ്, യെസ്. ഭയങ്കര വേൾഡ്ലി കാര്യങ്ങളാണ്. പിന്നെ ചില റിബല്യസ് ആയിട്ടുള്ള കുറച്ച് ഇൻറ്റൻഷൻ കയറി വരുന്ന കുറച്ച് കാര്യങ്ങൾ, ചിലപ്പോൾ കുറേ റൊമാൻസ് കയറി വരുന്ന. ഉം. ഇപ്പം ഞായറാഴ്ച വരുന്നു, സൺഡേ സ്കൂളിൽ കുറേ മൂല്യങ്ങൾ അകത്തോട്ട് ഇട്ട് കൊടുത്തു, സഭായത്തിൻ്റെ ഇടയ്ക്കും കുറേ മൂല്യങ്ങൾ കിട്ടി. അതൊരു ദിവസം കിട്ടുന്നുള്ളൂ. ബാക്കി 6 days ഈ മൂല്യങ്ങളെ മുഴുവനും ആലിച്ചില്ലാതാക്കി കളയുന്ന സ്ട്രോങ് ആയിട്ടുള്ള കണ്ടന്റാണ് ഈ 2 ചെവി കൂടെയും കേൾക്കാം. 2 കണ്ണി കൂടെ അകത്തോട്ട് കയറും. അതുകൊണ്ടല്ലേ നമ്മുടെ ജനറേഷൻ ഇതുപോലെ ഫെയ്ത്ത് എന്ന് പറയുന്ന, ആത്മീയത എന്ന് പറയുന്ന ഡെഫിനിഷൻ പോലും അവരങ്ങ് വല്ലാതെ ഡൗൺ ആയി പോയത് എന്നും കൂടെ നമ്മളൊന്ന് വിലയിരുത്തിയേ പറ്റൂ.